ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യോമയാനം എന്നീ മേഖലകളിൽ ക്രെഡിറ്റ് കാർഡ് വഴി ഇടപാട് നടത്തുന്നതിന് ഫീസ് ഈടാക്കുന്നത് റദ്ദാക്കി. ഉപഭോക്തൃ സംരക്ഷണത്തിനുള്ള ഉന്നതതല സമിതിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. മറ്റു മേഖലകളിലേക്കും തീരുമാനം വ്യാപിപ്പിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഷാർജയിലെ ചില പ്രത്യേക ഏരിയകളിൽ നിലവിലുള്ള പാർക്കിംഗ് ഫീസുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റി പുതുക്കി നിശ്ചയിച്ചു. കോർണിഷ്, നിക്ഷേപ വ്യവസായ മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം പാർക്കിംഗ് ഫീസ് പുതുക്കിയിട്ടുണ്ട്. കോർണിഷ് ഏരിയകളിൽ മണിക്കൂറിന് 5 ദിർഹം മുതൽ 10 ദിർഹം വരെയും ഒരു ദിവസത്തേക്ക് 40 മുതൽ 60 ദിർഹം വരെയുമാണ് പുതുക്കിയ നിരക്ക്. കുവൈറ്റിൽ പെട്രോൾ, വൈദ്യുത ചാർജുകൾ വർദ്ധിപ്പിക്കും. ഇതിന്റെ രൂപരേഖ ധനമന്ത്രി അനസ് അൽ സാലഹ് ദേശീയ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. പുതുക്കിയ നിരക്കുകൾ ഉടൻ നിലവിൽ വരുമെന്ന് അദ്ദേഹം അറിയിച്ചു. താഴ്ന്ന ശ്രേണിയിലുള്ള പെട്രോളിന് 60 ഫിൽസിൽ നിന്ന് 85 ഫിൽസായും ഉയർന്ന ശ്രേണിയിലുള്ള പെട്രോളിന് 65 ഫിൽസിൽ നിന്ന് 105 ഫിൽസായും വർദ്ധിക്കും. നഴ്സറികളും കിൻഡർ ഗാർട്ടനുകളിലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലാക്കാൻ സൗദി മന്ത്രിസഭ തീരുമാനിച്ചു. സിവിൽ സർവീസ് മന്ത്രാലയം സമർപ്പിച്ച ക്രമീകരണത്തിന് സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയായിരുന്നു. നിലവിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ വ്യവസ്ഥാപിതമായി മാറാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിക്കണമെന്ന് മന്ത്രിസഭ നിർദ്ദേശത്തിൽ പറയുന്നു. അതേസമയം കുട്ടികളുടെ അഭയകേന്ദ്രം സിവിൽ സർവീസ് മന്ത്രാലയത്തിന് കീഴിൽ തുടരും. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്വകാര്യ നഴ്സറികൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലാക്കാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. 1 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന കിൻഡർ ഗാർട്ടനുകളും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അനുമതി നൽകാനും മന്ത്രാലയത്തിന് അധികാരമുണ്ടാകും. സ്ഥാപനങ്ങളുടെ നിലവാരം, സുരക്ഷ തുടങ്ങിയവ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വവും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ തങ്ങളുടെ രേഖകൾ വിദ്യാഭ്യാസ മന്ത്രാലയം മുഖേന ഉടൻ ശരിപ്പെടുത്തണം. ന്യൂസ് ബ്യൂറോ, ദമാം. കുവൈറ്റിൽ സർക്കാർ ജോലികളിൽ നിന്ന് 50 വയസ്സ് തികഞ്ഞ വിദേശികളെ പിരിച്ചുവിടാനൊരുങ്ങുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കുവൈറ്റ് സർക്കാർ. പാർലമെന്റിൽ നടന്ന ചർച്ചയിലാണ് വാർത്ത തൊഴിൽ മന്ത്രി ഹിന്ദ് അൽ അബീഹ് നിഷേധിച്ചത്. കുവൈത്തിൽ പരിസ്ഥിതി നിയമ ലംഘനങ്ങൾക്കെതിരെ നാടുകടത്തൽ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ചെടികളും മരങ്ങളും മുറിക്കൽ, പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കൽ എന്നിവ പരിസ്ഥിതി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടും. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടികൾ എടുക്കും. സൗദിയിൽ ആരോഗ്യ ഇൻഷുറൻസ് നിയമലംഘനം നടത്തുന്ന കമ്പനികളുടെ പേർ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തും. ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്താനും ആലോചന. നിയമലംഘനം നടത്തുന്ന ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുക കൂടി ചെയ്യുമെന്ന് സൗദി ആരോഗ്യ ഇൻഷുറൻസ് കൌൺസിൽ വക്താവ് മുഹമ്മദ് അൽ ഹുസൈൻ അറിയിച്ചു. ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്കും ഗാർഹിക തൊഴിലാളികൾക്കും അവരുടെ പരിധിയിൽ വരുന്ന മറ്റു തൊഴിലാളികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ പദ്ധതിയുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികൾ സേവന നിലവാരം മെച്ചപ്പെടുത്തണം. ഇൻഷുറൻസ് കമ്പനികളുടെ സേവനം വിലയിരുത്തുന്നതിന് ഇടയ്ക്കിടെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തും. നിയമലംഘനം കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും. അടുത്തിടെ കുറഞ്ഞ ചെലവിന് പോളിസി എടുത്ത് നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പോളിസി ഉടമകളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാതെയും മറ്റു തരത്തിലുള്ള കൃത്രിമങ്ങളും കണ്ടെത്തി. ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയ 4 കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. നിലവിൽ 26 കമ്പനികൾക്കാണ് ലൈസൻസ് നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ദമാം. യമനിൽ ഹൂതി ഷെല്ലാക്രമണങ്ങളിൽ മരണമടഞ്ഞ മലയാളികളുടെ കുടുംബങ്ങൾക്ക് ജിസാനിലെ മലയാളി സമൂഹത്തിന്റെ സഹായം 42.25 ലക്ഷത്തോളം രൂപയാണ് ധനസഹായമായി സമാഹരിച്ചത്. കൊല്ലപ്പെട്ട KT ഫറൂഖ്, വിഷ്ണു വിജയൻ, ജെറീസ് മത്തായി എന്നിവരുടെ കുടുംബാംഗങ്ങൾക്കും ടാങ്കർ തീപിടുത്തത്തിൽ മരിച്ച അബ്ദുറഹ്മാന്റെ കുടുംബത്തിനുമാണ് ധനസഹായം നൽകിയത്. 4 കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ച് രേഖകൾ കൈമാറി. കുവൈത്തിലെ സെന്റ് സ്റ്റീഫൻസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഹാർവസ്റ്റ് ഫെസ്റ്റ് സമാപിച്ചു. പൊതുസമ്മേളനം കൽക്കട്ട ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഫാദർ സഞ്ജു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് കുവൈറ്റ് അഡ്മിനിസ്ട്രേറ്റർ KP കോശി മുഖ്യപ്രഭാഷണം നടത്തി.
കുവൈറ്റിലെ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ എക്സ്പേർട്സ് അസോസിയേഷൻ 10ാം വാർഷികം ആഘോഷിച്ചു. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി AK ശ്രീവാസ്തവ ഉദ്ഘാടനം ചെയ്തു. ഗോൾഡൻ ഫോക്ക് പുരസ്കാരം കണ്ണൂർ പീലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹന് സമ്മാനിച്ചു. സൗദിയിലെ ഏറ്റവും വലിയ 2 മാളുകൾ റിയാദിൽ പണിയാൻ ദുബായ് ആസ്ഥാനമായ മാജിദ് അൽ ഫുദൈം ഗ്രൂപ്പ് ധാരണയായി. ഈ സംരംഭങ്ങൾക്ക് ആകെ 14 ശതകോടി റിയാൽ മാജിദ് ഗ്രൂപ്പ് ചെലവഴിക്കും. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ മലയാളി രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ ഡിസ്പാക് സ്പോർട്സ് മേളയോടനുബന്ധിച്ച് കലണ്ടർ പുറത്തിറക്കി. മുഹമ്മദ് ദോസരി ഹോസ്പിറ്റൽ ഡയറക്ടർ ജനറൽ അബ്ദുൽ ഫതഹ് ഇനായ ഡിസ്പാക് പ്രസിഡന്റ് നജീം ബഷീറിന് നൽകി പ്രകാശനം ചെയ്തു. സോളാർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചു. ആരോപണ വിധേയരായ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഹൈക്കോടതി സ്റ്റേ എന്ന വെന്റിലേറ്ററിലാണ് ഉമ്മൻചാണ്ടി സർക്കാരെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിനാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. സോളാർ അന്വേഷണ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കൂടുതൽ തെളിവുകൾ വന്നിട്ടും അഴിമതി കേസുകളിൽ അകപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും കച്ചിത്തുരുമ്പിൽ പിടിച്ച് അധികാരത്തിൽ തുടരുന്ന അസാധാരണ സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്തുള്ളതെന്ന് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഹൈക്കോടതി സ്റ്റേ എന്ന വെന്റിലേറ്ററിലാണ് ഈ സർക്കാർ. സ്റ്റേ മാറ്റിയാൽ സർക്കാർ ക്ലോസ് ആകുമെന്നും കോടിയേരി വ്യക്തമാക്കി. ക്ലിഫ് ഹൗസിൽ നിന്നും സരിതയെ രാത്രിയിൽ ഫോണിൽ വിളിച്ചത് ഭരണഘടന പഠിപ്പിക്കാനോ ഭാഗവതം പഠിപ്പിക്കാനോ അല്ല എന്നും കോടിയേരി ആരോപിച്ചു. 60ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾ ഉന്നയിച്ച അർത്ഥമില്ലാത്ത ആരോപണങ്ങളെയും നിറം പിടിപ്പിച്ച നുണകളെയും ആശ്രയിക്കേണ്ടി വന്നത് പ്രതിപക്ഷത്തിന്റെ ഗതികേടാണെന്ന് മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു. DGP ഉൾപ്പെടെയുള്ളവർ സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴി സത്യസന്ധമാകണമെന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മന്ത്രി ആര്യാടൻ മുഹമ്മദും പൂർണ്ണമായും നിഷേധിച്ചു. സരിതയുടെ വാക്ക് കേട്ടു പോകുന്നവർ ഇടയ്ക്ക് വെള്ളത്തിലാകുമെന്ന് തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇന്നിപ്പോൾ എല്ലാം ഈ അന്ധമായ രാഷ്ട്രീയ കണ്ണിലൂടി കണ്ട് ഏത് വടി കിട്ടിയാലും അടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. പക്ഷേ പലപ്പോഴും അതിൻ്റെ തിരിച്ചടിയും കിട്ടും, സംശയമില്ല. കാരണം സാർ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ സത്യം എന്തെന്നറിയാതെ മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ അത് കിട്ടും. പക്ഷേ അതേസമയം മന്ത്രിമാരുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. നാണംകെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്ന സഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതിൽ തനിക്ക് ലജ്ജയുണ്ടെന്ന് തുടർന്ന് സംസാരിച്ച VS അച്യുതാനന്ദൻ പറഞ്ഞു. ഗതികേട് കൊണ്ട് സഭയിലിരിക്കുന്നത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനാണെന്നും VS വ്യക്തമാക്കി. ഏത് ഗൂഢാലോചനയും ഏറ്റെടുക്കുമെന്ന മട്ടിൽ സാർ ഉമ്മൻചാണ്ടി നാണമെന്ന വാക്ക് ശബ്ദതാരാവലിയിൽ എങ്കിലും ഒന്ന് നോക്കട്ടെ. അങ്ങനെ ആയിരുന്നെങ്കിൽ താങ്കൾ എന്നേ രാജിവെച്ചു പോകുമായിരുന്നു. കാരണം നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പോഴന്മാരാക്കിക്കൊണ്ടല്ലേ ഇപ്പോഴും മുഖ്യമന്ത്രിയായി തുടരുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ സംസാരം പൂർത്തിയാക്കാൻ ഭരണപക്ഷം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചപ്പോൾ സഭ 50 മിനിറ്റ് നേരം സ്പീക്കർ നിർത്തിവെച്ചു. അടിയന്തര പ്രമേയം ചർച്ച ചെയ്തേ തീരുവെന്ന് സഭ പുനരാരംഭിച്ചപ്പോൾ വീണ്ടും സംസാരിച്ച VS ആവശ്യപ്പെട്ടു. പക്ഷേ സ്പീക്കർ ചട്ടം ചൂണ്ടിക്കാട്ടി ആവശ്യം നിരാകരിച്ചു. തുടർന്ന് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് സഭയിൽ കുത്തിയിരുന്നപ്പോൾ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. സഭ പിരിഞ്ഞതോടെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസിനെതിരായ ഹൈക്കോടതി പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഴിമതി കേസുകളിൽ സത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ വിജിലന്റ് അല്ലെന്ന പരാമർശം കോടതി വിധിയുടെ ഭാഗമായിരുന്നില്ല. ബാർ കോഴ കേസ് അന്വേഷിക്കുന്നതിൽ വിജിലൻസിന് വീഴ്ച പറ്റിയിട്ടില്ല. വിജിലൻസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നടക്കം KSEBക്ക് മൊത്തം 1904.12 കോടി രൂപ കുടിശ്ശിക പിരിഞ്ഞു കിട്ടാനുണ്ടെന്ന് വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിയമസഭയെ രേഖാമൂലം അറിയിച്ചു.
അഴിമതിയുടെ കേന്ദ്രമാണ് ഉമ്മൻചാണ്ടി എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാർമ്മികത്വത്തിലാണ് എല്ലാ അഴിമതിയും നടക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിലെ പ്രതിഷേധത്തിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുന്ന ഈ വാദങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ തനിനിറം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ കേരളത്തിലെ അഴിമതിയുടെ ഉറവിടം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് എല്ലാ വകുപ്പിലും അഴിമതി നടമാടിക്കൊണ്ടിരിക്കുന്നത്. കുറ്റവാളികളുമായുള്ള ബന്ധം മറയ്ക്കാൻ ഉമ്മൻചാണ്ടി ഭരണയന്ത്രത്തെ ഉപയോഗിക്കുന്നുവെന്ന് പിണറായി വിജയൻ. ശങ്കർ റെഡ്ഡി പുറത്തുവിട്ട CD CPIM-നെ അപകീർത്തിപ്പെടുത്താനാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ബിജു രമേശിന്റെ ശബ്ദരേഖ സർക്കാരിന് അനുകൂലമായി എഡിറ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. സരിത കോൺഗ്രസ് ബന്ധത്തിന് തെളിവാണ് തമ്പാനൂർ രവിയുടെ ശബ്ദരേഖയെന്നും പിണറായി വിജയൻ പറഞ്ഞു. നിങ്ങളെല്ലാം അകമ്പടിയോടെ പോലീസ് സംഘം പോയ ദിവസമാണ് തമ്പാനൂർ രവിയുടെ വിളി വരുന്നത്. അത് അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമാണ്. അതൊന്നും എവിടെ ഉണ്ടായി പോകരുത്, എടുത്ത് മാറ്റിക്കൊള്ളണം എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് വ്യക്തമാണ് ആ കാര്യങ്ങൾ. ഇവിടെ രേഖകൾ മുഴുവൻ മാറ്റണം എന്ന് കൃത്യമായിട്ട് തന്നെ രവി ആവശ്യപ്പെടുന്നത് സരിതയോടാണ്. അപ്പോൾ സരിതയും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ എത്ര വലിയ അടുത്ത ബന്ധമാണുള്ളത് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിച്ചാൽ താൻ മത്സരിക്കുന്നില്ലെന്ന വാർത്ത തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ബോധപൂർവം പാർട്ടി ശത്രുക്കളെ സഹായിക്കാൻ വേണ്ടിയാണെന്നും VS പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മത്സരിക്കുകയില്ലെന്ന് CPIM കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത. ഇതിനെ നിഷേധിച്ചാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ രംഗത്തെത്തിയത്. വാർത്ത തികച്ചും വസ്തുതാ വിരുദ്ധമാണെന്ന് VS പ്രസ്താവനയിലൂടെ മറുപടി നൽകി. ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ലാത്ത ഇത്തരമൊരു അവാസ്തവം പ്രചരിപ്പിക്കുന്നത് ബോധപൂർവം പാർട്ടി ശത്രുക്കളെ സഹായിക്കാൻ വേണ്ടിയാണ്. പാർട്ടിയും LDF-ഉം ഒറ്റക്കെട്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ LDF അധികാരത്തിൽ വരുമെന്നും VS പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയനും VS-നുമിടയിൽ വിടവ് തീർക്കാനുള്ള നീക്കങ്ങൾക്കാണ് VS നിലപാട് വ്യക്തമാക്കിയതിലൂടെ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴിമതിയിൽ ഉമ്മൻചാണ്ടിക്ക് രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ്. ഉമ്മൻചാണ്ടിയുടേത് നല്ല ഭരണമാണെന്നും കോൺഗ്രസിലെ അഴിമതിയോട് സന്ധിച്ചേരാനില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ജനരക്ഷായാത്രയുടെ സമാപന സമ്മേളനത്തിലായിരുന്നു ഉമ്മൻചാണ്ടിക്കുള്ള രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ്. അഴിമതിയോട് സന്ധി ചെയ്യാനാകില്ല. അഴിമതിയുടെ ലാഞ്ചനയെങ്കിലും ബോധ്യപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകും. I would like to say something on the issue of corruption. The Congress party will not compromise on corruption. And I want to make it very clear. If there is even this much concrete evidence of corruption, the Congress party will take immediate and strict action. സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ ഐ ഗ്രൂപ്പും ഒരു വിഭാഗം നേതാക്കളും രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പ്രസംഗത്തിലെ മുന്നറിയിപ്പ്. ഒരു സ്റ്റേജിൽ ഒരുമിച്ചിരുന്നതുകൊണ്ട് മാത്രം ഐക്യമുണ്ടാവില്ലെന്ന് AK ആന്റണിയും ഓർമ്മപ്പെടുത്തി. എല്ലാവരും ഒരുമിച്ച് സ്റ്റേജിൽ ഇരുന്നാൽ പോരാ, കൈയടിച്ചാൽ പോരാ. എല്ലാവരും മനസ്സിലെ, ഞാൻ പറയുന്നതിൽ പരിക്കനുണ്ടെങ്കിൽ ക്ഷമിക്കുക, മനസ്സിന്റെ കൊണ്ടുകൂടി മനസ്സുകൊണ്ടുകൂടി ഉണ്ടാകണം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ഐ ഗ്രൂപ്പ് നേതാക്കളും VM സുധീരനൊപ്പമുള്ളവരും ഗൗരവത്തോടെ കാണുന്നു. അതേസമയം അഴിമതി ആരോപണങ്ങൾ ഗൂഢാലോചനയാണെന്ന് രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തുമെന്നാണ് A ഗ്രൂപ്പിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുതിർന്ന നേതാക്കളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. സോളാർ ബാർ കേസുകളിൽ കോഴ ആരോപണം ഉയർന്നിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് രാഹുൽ നേതാക്കളോട് ആരാഞ്ഞു. പ്രതിച്ഛായ നഷ്ടമുണ്ടായതായി ഐ ഗ്രൂപ്പും സുധീരപക്ഷവും കോൺഗ്രസ് ഉപാധ്യക്ഷനെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിന്റെ ചുമതല ഗുലാം നബി ആസാദിന് നൽകാൻ തീരുമാനിച്ചു.
മുൻനിര നേതാക്കളെ ഒറ്റയ്ക്കും മറ്റുള്ളവരെ കൂട്ടമായിട്ടുമാണ് രാഹുൽ ഗാന്ധി കണ്ടത്. സോളാർ ബാർക്കോഴ ആരോപണങ്ങളിൽ പണമിടപാട് നടന്നതായി പ്രതിപക്ഷം ഉയർത്തുന്ന വാദത്തിൽ കഴമ്പുണ്ടോ എന്ന് രാഹുൽ നേതാക്കളോട് ആരാഞ്ഞു. ആരോപണങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തതായി ഐ ഗ്രൂപ്പിലെയും സുധീരപക്ഷത്തെയും നേതാക്കൾ രാഹുലിനെ ധരിപ്പിച്ചു. പ്രതിച്ഛായ നഷ്ടം ഉണ്ടായിട്ടില്ലെന്നും ബാർ മുതലാളിമാരുടെ ഗൂഢാലോചനയാണ് സംഭവത്തിന് പിന്നിലെന്നും എ ഗ്രൂപ്പും രാഹുലിനെ ധരിപ്പിച്ചു. ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പ്രയാസമാണെന്ന് രാഹുൽ ഇരുപക്ഷത്തെയും ഓർമ്മിപ്പിച്ചു. അരുവിക്കര തിരഞ്ഞെടുപ്പിലെ മേൽക്കൈ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നായിരുന്നു രാഹുൽ ഉന്നയിച്ച മറ്റൊരു ചോദ്യം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സമയം അനുവദിച്ചത്. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയ നിലപാടുകൾ ഹൈന്ദവ വിഭാഗത്തെ UDFിൽ നിന്ന് അകറ്റി എന്ന മുൻനിലപാടിനൊപ്പം സോളാർ വെളിപ്പെടുത്തലോടെ മുഖ്യമന്ത്രി പൂർണ്ണമായും അപകടത്തിലായതായും രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിച്ചു. മുൻനിര നേതാക്കൾക്ക് പുറമെ കേരളത്തിലേക്ക് നിയോഗിച്ച ഒരു സർവേ സംഘവുമായും രാഹുൽ അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തി. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു എന്നായിരുന്നു ചർച്ചയ്ക്ക് ശേഷം VM സുധീരന്റെ പ്രതികരണം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം സംതൃപ്തനാണോ? എനിക്ക് അറിഞ്ഞൂടാ, അദ്ദേഹത്തോട് ചോദിക്കായിരിക്കും നല്ലത്. അതായത് എല്ലാവരുമായും അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കുറച്ച് പേരുമായി സംസാരിച്ചു, പിന്നീട് കൂട്ടായിട്ടും സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിന്റെ ചുമതല മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദിന് കൈമാറി. രാവിലെ നടക്കുന്ന KPCC സമ്പൂർണ്ണ എക്സിക്യൂട്ടീവ് യോഗത്തെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സരിത S. നായർ സോളാർ കമ്മീഷനിൽ നിർണായകമായ തെളിവുകൾ കൈമാറി. എന്നാൽ പെൻഡ്രൈവിലുള്ള തെളിവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയാനാവില്ലെന്ന് സരിത പറഞ്ഞു. ക്രോസ് വിസ്താരം തുടങ്ങുന്നതിന് മുൻപാണ് നിർണായക തെളിവടങ്ങുന്ന പെൻഡ്രൈവ് മുദ്രവെച്ച കവറിൽ സരിത കമ്മീഷന് കൈമാറിയത്. തന്റെ മൊഴി സാധൂകരിക്കുന്ന പ്രധാന തെളിവാണ് പെൻഡ്രൈവിൽ ഉള്ളതെന്ന് സരിത പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ S. ശ്രീകുമാർ സരിതയെ ക്രോസ് വിസ്താരം ചെയ്തു. മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടാണ് തനിക്കെതിരെ 33 ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായതെന്ന് സരിത ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മല്ലേലിൽ ശ്രീധരൻ നായർ സോളാർ പദ്ധതിക്കുള്ള ധാരണാപത്രം ഒപ്പിട്ടതെന്നും സരിത പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുൻപ് തന്നെ ശ്രീധരൻ നായരിൽ നിന്ന് സരിത പണം വാങ്ങിയില്ലേ എന്നും ഇല്ലാത്ത ഡൽഹി ഓഫീസിന്റെ പേരിലായിരുന്നില്ലേ പണം വാങ്ങിയതെന്നും മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ ചോദിച്ചപ്പോൾ സരിത നൽകിയ മറുപടി ഇതായിരുന്നു. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്ററോട് നമ്മൾ കോൾ കൊടുത്തിട്ടാണ്, ഞാനൊരു കമ്പനിയുടെ പാർട്ടായിട്ടാണ് ഒരു ഇൻവെസ്റ്ററോട് സംസാരിക്കുന്നത്. ആ ഇൻവെസ്റ്ററോട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾക്ക് പണം കൊടുത്തു, കോഴപ്പണം കൊടുത്തുകൊണ്ടാണെന്ന് ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫ് പറയുമോ? അങ്ങനെ ഗ്യാദർ ചെയ്ത പൈസ ഡിസംബറിലാണ് കൊടുത്തത്. ഇന്ന് 4 മണിക്കൂർ നേരം നീണ്ടുനിന്ന മുഖ്യമന്ത്രിയുടെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരം നാളെയും തുടരും. ഇതിനുശേഷം സർക്കാർ അഭിഭാഷകനും മന്ത്രി ആര്യാടൻ മുഹമ്മദ്, ജിക്കുമോൻ, ജോപ്പൻ, പോലീസ് അസോസിയേഷൻ എന്നിവരുടെ അഭിഭാഷകരും സരിതയെ ക്രോസ് വിസ്താരം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമെന്ന് TC മാത്യു. അറസ്റ്റിന് 3 മാസം മുൻപ് സരിതയെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിരുന്നു. പരാതി പറയുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല. എന്നാൽ താൻ പരാതിപ്പെട്ട കാര്യം സരിത വിളിച്ചറിയിച്ചുവെന്നും TC മാത്യു പറഞ്ഞു. അറസ്റ്റിന് ശേഷമാണ് സരിതയെക്കുറിച്ച് അറിഞ്ഞതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മൊഴി. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ഈ രാജ്യത്തെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. ചരിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒപ്പം ഭാവിയിലേക്കുള്ള ഒരു തിരുത്തൽ രേഖയും. പുതിയ ചിന്ത, പുതിയ കർമ്മം, പുതിയ കേരളം. പങ്കെടുക്കൂ, അണിചേരൂ ഈ ബഹുജന മുന്നേറ്റത്തിൽ. സഹസ്രങ്ങൾ നൽകിയ ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നവകേരള മാർച്ച് ആലപ്പുഴ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി. ഹരിപ്പാട്, കായംകുളം, ചാരുമൂട്, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ഇന്ന് മാർച്ചിന് സ്വീകരണം നൽകി. രണസ്മരണകൾ ഇരമ്പുന്ന ആലപ്പുഴ ഉജ്ജ്വല വരവേൽപ്പാണ് ജാഥയ്ക്ക് നൽകിയത്. ആലപ്പുഴ ജില്ലയിലെ 2ാം ദിന പര്യടനത്തിന് തുടക്കം ഹരിപ്പാട് നിന്നായിരുന്നു. 12 മണിയോടെ ഹരിപ്പാടെത്തിയ ജാഥാനായകനെ അങ്ങേയറ്റത്തെ ആവേശത്തോടെ പ്രവർത്തകർ വരവേറ്റു. കഥകളി വേഷം ധരിച്ചവരും മുത്തുക്കുടയേന്തിയ വനിതകളുമൊക്കെയായി വർണ്ണാഭമായ ഒരു സ്വീകരണം. നഗരകാഴ്ചയിൽ ചെഞ്ചായം പൂശി രക്തവർണ്ണ കൊടികളെങ്ങും ഉയർന്നുപാറി. നിറഞ്ഞ സദസ്സും പ്രൗഢഗംഭീരമായ വേദിയും. ചലച്ചിത്ര സംവിധായകൻ K. മധു, നിർമ്മാതാവ് ചെറിയാൻ കൽപ്പകവാടി തുടങ്ങി സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പിണറായിയെ സ്വീകരിക്കാനെത്തി. സോളാർ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ നിശിതമായി വിമർശിച്ചു പിണറായി. ഉമ്മൻചാണ്ടി അവരുടെ വരുമാനത്തിൽ പങ്കാണ് ചോദിച്ചത്. വ്യവസായം നടത്താൻ വന്ന സ്ത്രീയുടെ വരുമാനത്തിൽ പങ്ക്
മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും പഴയ ആ ഗാന്ധിയൊക്കെ ഓർത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടല്ലോ, അവര് ഇനി പ്രതീക്ഷയൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഇത് അത്ര കണ്ട് ജീർണിച്ചു പോയി. ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ സ്വീകരണ കേന്ദ്രം കായംകുളം. ചുട്ടുപൊള്ളുന്ന വെയിലിനും തളർത്താനാവാത്ത ആവേശത്തോടെ പതിനായിരങ്ങളാണ് പിണറായിയെ കാത്തുനിന്നത്. ജാഥാനായകനെത്തിയതോടെ ആവേശം കൊടുമുടിയിലേക്ക്. തുടർന്ന് മാർച്ച് എത്തിയത് മാവേലിക്കര മണ്ഡലത്തിന്റെ ഭാഗമായ ചാരുമൂട്. മാർച്ച് എത്തുന്നതിനും മുൻപേ തന്നെ പ്രദേശം ജനനിബിഡം. പിണറായി എത്തിയതോടെ അഭിവാദ്യമർപ്പിച്ച് പതിനായിരങ്ങൾ പിന്നാലെ. പ്രദേശത്തിന്റെ ചുവന്ന പാരമ്പര്യം വിളിച്ചറിയിച്ച് ചെങ്കൊടികൾ ഉയർന്നുപാറി. ചെങ്ങന്നൂരായിരുന്നു ആലപ്പുഴ ജില്ലയിലെ 2ാം ദിന പര്യടനത്തിന്റെ സമാപനം. ജാഥയെ വരവേൽക്കാനെത്തിയത് പതിനായിരങ്ങൾ. ഒരു നാടൊന്നാകെ ഒരു മൈതാനത്ത് സംഗമിച്ചു. ജാഥാനായകനെ വീരോചിതമായി തന്നെ ചെങ്ങന്നൂർ വരവേറ്റു. രണസ്മരണകൾ ഇരമ്പുന്ന ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ജാഥ പര്യടനം ആരംഭിച്ചത്. മാർച്ച് നാളെ പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കും. ക്യാമറാമാൻമാരായ ബാബുരാജ് മൊറാഴയ്ക്കും അഭിലാഷ് നിലമ്പൂരിനുമൊപ്പം സാലി മുഹമ്മദ്. സിയാച്ചിനിലെ ഹിമപാതത്തിൽ രക്ഷപ്പെട്ട സൈനികൻ ഹനുമന്ത് തപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരം. ഹനുമന്ത് തപ്പയെ ന്യൂമോണിയ ബാധിച്ചതായും സൈനിക ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു. കരളും വൃക്കയും പ്രവർത്തനക്ഷമമല്ല. രക്തസമ്മർദ്ദം ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. അടുത്ത 28 മണിക്കൂർ നിർണായകമായിരിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഫാത്തിമ ഗോൾഡ് കമ്പിൽ ഷോറൂമിന്റെ 3ാം വാർഷികാഘോഷ പരിപാടി കണ്ണൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. ദിവസം തോറും തെരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ, ഓരോ പവനോടൊപ്പവും 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങി നിരവധി ഓഫറുകളാണ് 3ാം വാർഷികത്തോടനുബന്ധിച്ച് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. ഫാത്തിമ ഗോൾഡ് ഗ്രൂപ്പ് MD ഡോക്ടർ മുഹമ്മദ് റാഫി എളമ്പാറ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് MD KV മുഹമ്മദ് കുഞ്ഞി, ഡയറക്ടർമാരായ നബീൽ, അബ്ദുള്ള ഹാജി, ബാത്തൂർ, മൻസീർ, മാർക്കറ്റിംഗ് മാനേജർ റാഷിദ് എന്നിവരും പങ്കെടുത്തു.